ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡേ 2. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഈ ഗ്യാപ്പിൽ നിങ്ങൾക്കൊരു വിശേഷങ്ങളും സംഭവിച്ചിട്ടുള്ളതല്ല എനിക്കറിയാം. പക്ഷേ ഞങ്ങൾ വി ഹാഡ് എ വെരി ഗുഡ് നൈറ്റ് സ്ലീപ്പ് യെസ്റ്റർഡേ. അടിപൊളിയായിരുന്നു. അയ്യോ എന്തൊരു സുഖമെന്നറിയോ, ചൂടില്ല, നല്ലൊരു കൂളിംഗ് ക്ലൈമറ്റും, ഫുള്ളൊരു റിലാക്സേഷൻ മോഡ്. ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ കണ്ടത് ഏട്ടൻ രാവിലെ എണീറ്റിട്ട് സൺറൈസ് അല്ല, ഓൾമോസ്റ്റ് ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് കൊടുത്ത വ്യൂ ആണ് കേട്ടോ. ഭയങ്കര ഭംഗിയില്ലായിരുന്നു കാണാൻ. ഹലോ, തണുക്കണോ? പുറത്ത് കിടക്കുമാവാ. ഞാനോട് പേസി കുറച്ച് തരാൻ ചേട്ടൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പം ഞാനൊരു 6:45 ആയപ്പോഴത്തേക്ക് എണീറ്റായിരുന്നു. പിന്നെ നമ്മൾ അത്രയും നേരത്തെ എണീറ്റിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ അവിടെ ഫോണൊക്കെ നോക്കി കിടന്നു. കിരൺ എന്ന് നടക്കാനൊക്കെ പോയിട്ടൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 മിനിറ്റ് മുന്നേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുക. അങ്ങനെ എന്താ പറയുക, നല്ല അടിപൊളിയായിരുന്നു. നല്ല നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് വന്ന് കിടന്നു മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വ്യൂ കണ്ടോണം മുത്തേ, എന്തൊരു ഭംഗിയെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഓ മൈ ഗോഡ്, ഇതിനു വേണ്ടി ഇവിടെ തന്നെ ഞങ്ങൾ സ്ഥിരതാമസമാക്കിയല്ലോ എന്ന് തോന്നിപ്പോ. അത്രയ്ക്കും രസമുള്ള വ്യൂ ആണ്. കാമിങ്, വണ്ടികളുടെ ഒച്ചയൊന്നും ഇല്ല കേട്ടോ. കാമിങ്, ഇവിടെ കിളികളുടെ ആ സൗണ്ടൊക്കെയാണ് ഇവിടെ കേൾക്കണത്. ഇത് രസം നിറയെ കേൾക്കണം, ഭയങ്കര അടിപൊളി. പിന്നെ നമ്മളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. പിള്ളേർ ഓരോന്നിട്ട് എണീറ്റ് വരണേ ഉള്ളൂ. സോ നമുക്ക് പോയിട്ട് നമ്മളുടെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി റിസപ്ഷനിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കതനുസരിച്ച് റെഡി ആവാനും പോവാനും അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ. അപ്പോൾ ഇന്നലെ ഒരു പറഞ്ഞു വെച്ചാൽ ഡേ ടൈം നമുക്ക് ബാക്കി സൈറ്റ് സീയിങ് കാര്യങ്ങളും ട്രക്കിംഗ് ഒക്കെ പോവാം. പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. പക്ഷേ ഇന്നലത്തെ പോലെ വൈകുന്നേരം മഴ വന്നാൽ എന്ത് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ കൺഫ്യൂഷൻ. വെച്ചാൽ കുറച്ച് ദിവസം ഒരു മഴയുണ്ട് ഇത്ര. ലെറ്റ്സ് സീ, നമുക്ക് നല്ല വെതർ ആയിരിക്കുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെ കുഞ്ഞ്? ഗുഡ് മോർണിംഗ് അനീറ്റ. കുഞ്ഞ് ഗുഡ് മോർണിംഗ്. അയ്യോ തലവൊക്കെ ഇരിപ്പുണ്ടെന്നല്ല ഇവിടെ. ഗുഡ് മോർണിംഗ്. ഉറക്കമാണോ? ഓ അതിനെന്താ, കിടക്ക് നോക്കി കാരണം. യെസ്, അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. നീയും നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ എന്തിനാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇന്നലെ ഓവർലൈൻ കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളതല്ലേ, വീഡിയോ എടുക്കാനുള്ളതല്ലേ. എവിടെ പോണ? ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. ചിക്കൻ കറി ഉണ്ട്, പിന്നെ കള്ളപ്പം, പഴം പുഴുങ്ങിയുണ്ട്. യെസ്, പഴം പുഴുങ്ങിയതാണത്. പിന്നെ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു വടകളുണ്ട്, ഇഡ്ലി, സാമ്പാർ, ബജി, പൂരി. എന്താ ഇവിടെ വഴക്ക്? നോ പൂരി. ഇഡ്ഡലി ഒക്കെ ഉണ്ട് ഇവിടെ. ദെൻ ഇവിടെ കഞ്ഞിയുണ്ട് കേട്ടോ. പഴങ്കഞ്ഞിയാണോ? അമ്പട കേമ. കഞ്ഞിയുണ്ട്. പിന്നെ അത് എനിക്ക് ഇവിടെ മാഗി ഉണ്ട്. ദെൻ ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, പൊട്ടറ്റോ വെജസ് ഉണ്ട്, ചില്ലി ബജി. ഓ മൈ ഗോഡ്, ഐ എം എക്സൈറ്റഡ്. കടലക്കറി, പുട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ചട്നീസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നല്ല ക്രൗഡിലാണ് കേട്ടോ. കുറച്ച് ഫുള്ളാണ് ആൾക്കാർ ആക്ച്വലി. അപ്പൊ ഇവിടെ നമ്മുടെ സീറ്റിന് വേണ്ടി കുറച്ച് നേരം കണ്ട് തപ്പിയിട്ട് നമുക്ക് സീറ്റ് കിട്ടിയത്. വരുന്നത് അപ്പൊ നമ്മളിവിടെ ഒരു കണക്കിന് നമുക്ക് ഇവിടെ ഇതിനുള്ളിൽ തന്നെ ഇല്ല. വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പുറത്തെ പുറത്ത്. പക്ഷെ നമുക്ക് ഇതിന്റെ ഫുഡ് എടുക്കാനും അങ്ങനെ നമുക്ക് കൺവീനിയൻസ് ഇവിടെ ആയതുകൊണ്ട് വി വേ വെയിറ്റിംഗ് ഒന്നിത്തിരി ഒന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാവ എന്താ കഴിക്കണേ? എന്റെ ഫോണില്ല, ഡാഡ കൊണ്ടുപോയി. ഇതൊക്കെയാണ് ഞാൻ എടുത്തത് കേട്ടോ. വെള്ളയപ്പം, ചിക്കൻ കറി, പൊട്ടറ്റോ വെജസ്, ചില്ലി ബജി, വട, മാഗി. അത് തന്നെ, ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത്രയും എടുത്തു. ഞാനിവിടെ കാണിക്കാത്തത് മീൻസ് നമുക്ക് സാലഡ് ഫ്രൂട്ട്സിന്റെ സെഷനൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ക്രൗഡഡ് ആയതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ പിസ്സ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ടു ക്രൗഡഡ് ആണ് കേട്ടോ. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. കുറേ പേരുണ്ട്. സ്റ്റാഫ് ആണെങ്കിലും ഗസ്റ്റ് ആണെങ്കിലും കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അപ്പൊ വന്ന് സംസാരിച്ച എല്ലാവർക്കും ഗൈസ്. എവിടെ പോണു? സ്വിമ്മിങ്. എവിടെ? അവിടെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചേ. അവിടെ കോസ്റ്റ്യൂം. ഉണ്ണിക്കുട്ടി എവിടെ? ഉണ്ണിക്കുട്ടി
ഡാഡിയുടെ ഇന്നലെ നമ്മൾ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് സ്വിമ്മിങ് പോകണം എന്ന് ചോദിച്ചത്, പക്ഷെ മഴ കാരണം നമുക്ക് നടന്നില്ല. സോ വി ആർ ഗോയിങ് സ്വിമ്മിങ് ടുഡേ. എന്നെ കണ്ടിട്ട് ഞാൻ സ്വിമ്മിങ് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയില്ല കേട്ടോ മേക്കപ്പ് ഇട്ടത്. ഇവിടെ നമുക്ക് ഒരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞ പറക്കട്ട് ട്വൽസിൽ. അപ്പൊ അതിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടത്. പിന്നെ ഞാൻ എന്തായാലും വെള്ളത്തിൽ പോയൊക്കെ പോകും. പിന്നെ വെള്ളത്തിൽ പോകുമ്പോൾ കൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചു ഞാൻ. അതിന് പിന്നെ കളയാൻ ഭയങ്കര നമുക്ക് മടിയായി. അപ്പൊ നമുക്ക് പൂളിലേക്ക് പോയി ചാടാം. യെസ്, അങ്ങനെ നമ്മള് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ നോട്ടമിട്ട് വരുന്നു, പക്ഷെ ഇന്നലെ മഴ പെയ്തുകൊണ്ട് നമുക്ക് പറ്റിയില്ല. വെള്ളത്തിനൊക്കെ ഇത് തണുപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ദിസ് ഈസ് ദി ആന വിത്ത് ദ പൂള്. മൂവടാ എന്താ അതൊക്കെ. ആഹാ, ഇവിടെ നിന്നുള്ള വ്യൂ ആടാ. എന്തൊരു കാമിങ് ആൻഡ് റിലാക്സിങ് ആൻഡ് സോ ഗുഡ് ആ. നോക്ക് എന്തായി. ചാടാം ഇറങ്ങാം. വാ വാ. ആ എന്തൂസിയാസം ഒക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി. വെള്ളത്തിലേക്ക് തലയും കുത്തി വീണപ്പോഴത്തേക്കും വാവ ആൾ പേടിച്ചു പോയിട്ടോ. പിന്നെ അവളുടെ കരച്ചിൽ മാറ്റലായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പണി. ഞങ്ങൾ ഇന്നലെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത വിഷമം കുറച്ചൊക്കെ ഞങ്ങൾ തീർത്തു. ഞാനും ഉണ്ണിക്കുട്ടിയും കിരണും വെള്ളത്തിലിറങ്ങി കളിച്ചു. വാവ ആദ്യം തന്നെ അതുകൊണ്ട് മൂഡ് ഓഫ് ആയി പോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവളെ പിന്നെ വെള്ളത്തിൽ കാണാത്തത്. കാണുമ്പോൾ ഭയങ്കര പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ കുറേ സ്ട്രഗിൾ ഉണ്ടെന്ന് തോന്നുന്നതാണ് സത്യം. ഞങ്ങളെല്ലാവരും പൂളിൽ എൻജോയ് ചെയ്തിരുന്ന സമയത്ത് ഇവൾക്ക് മാത്രം പൂളിൽ ഇറങ്ങാൻ വയ്യ. കളിച്ചാൽ മതി എന്നാൽ കളിക്കുകയോ അതുമില്ല. ഇവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. എന്താ സ്ലൈഡും അങ്ങനെ സ്വിങ്ങും ട്രാംപ്ലിനും ഒക്കെ ആയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഗുഡ്. നമ്മൾ കാര്യമായിട്ടൊന്ന് പൂളിൽ എൻജോയ് ചെയ്യാമെന്ന് ചോദിച്ചതായിരുന്നു. എനിക്കും ഏട്ടനും ഉണ്ണിക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടം. ഇവൾക്ക് പേടിയാണ്. ഇവൾക്ക് ഒരു കണക്കിന് ഇവൾ വെള്ളത്തിലോട്ട് വീണുപോയി. ചെറിയ മറ്റേ ബേബി പൂളിലെ. അപ്പോൾ അവൾ തന്നെ ധൈര്യം സംഭരിച്ച് ഇറങ്ങാൻ വേണ്ടി കാണിച്ചതും ഒറ്റ വീഴ്ച. അപ്പോൾ പിന്നെ അതോടെ അവളുടെ എന്താ പറയുക, അവളുടെ ധൈര്യം തീർന്നു. പിന്നെ എന്നാൽ ബാക്കിയുള്ള നമ്മൾ ബാക്കി ഇവളൊന്ന് കരക്കിരിക്കും, നമ്മൾ കളിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് അവൾക്ക് പറ്റത്തില്ല. കിരൺ കൂട്ടിരിക്കാൻ ഞാൻ കളിക്കട്ടെ എന്ന് സമ്മതിക്കത്തില്ല. ഞാൻ കൂട്ടിരിക്കാൻ കിരൺ കളിക്കട്ടെ എന്ന് അതും സമ്മതിക്കില്ല. എന്നാൽ പിന്നെ പ്ലേ ഏരിയയിൽ പോകുമ്പോൾ ഞാൻ തന്നെ കളിക്കാൻ കൂട്ടുവരണം. ഇങ്ങനത്തെ ഒരു വാശികൾ കാരണം ഇപ്പം നമ്മൾ തിരിച്ച് കയറിയിരിക്കണം. ഇവൾക്ക് കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമ്മൾ ഇനി പോയിട്ട് കുളിച്ച് റെഡി ആവാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 o'clock ആയേ. ഞാൻ തല നനയ്ക്കേണ്ടെന്ന് ചോദിച്ചതാണ്. പക്ഷെ ഞാൻ ഉണ്ണിക്കൂടി കൂടി വെള്ളത്തിൽ തലം കുത്തി വീണു. അപ്പൊ വെള്ളത്തിൽ തല നനയ്ക്കേണ്ട, ബിക്കോസ് തല മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ ഞാൻ വെള്ളത്തിൽ കളിച്ചപ്പോൾ വെള്ളത്തിൽ തലം കുത്തി വീണു. ആഫ്റ്റർ ദ പൂൾ സെഷൻ എന്ത് സംഭവിച്ചോ? കുളിച്ചു, ഞങ്ങൾ എല്ലാരും കുളിച്ചു സെറ്റായി. എത്ര മണിയായിട്ടോ? 1:30 ആയിട്ടോ. അപ്പൊ നമ്മള് പൂൾ സെഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ടാണ് ഈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഓൾറെഡി ഞാൻ കുറച്ച് അധികം കിലോ കൂടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സ്ട്രെസ്സാണ്. മീൻസ് ഞാൻ തെറപ്പി എടുക്കുന്നുണ്ട്. ഞാൻ സ്ട്രെസ് ഈറ്ററാണ്. സ്ട്രെസ് സ്ലീപ്പറും ഞാൻ. അപ്പൊ അങ്ങനെ 2-3 മാസമായിട്ട് ഭയങ്കര തീറ്റയായിരുന്നു. എനിക്കൊരു 5 to 6 കിലോ കൂടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ട് ഡയറ്റ് തുടങ്ങി. പക്ഷെ പിന്നെയും കൂടെ പോകുന്നല്ലോ. ഇനി നമുക്ക് ജൂൺ തൊട്ട് വേണം വെയിറ്റ് ലോസ് പരിപാടികൾ തുടങ്ങാൻ. വെക്കേഷനൊന്നും നമ്മളതൊന്നും നോക്കത്തില്ല. വിൽ ഹാവ് ഗുഡ് ടൈം. ഓക്കെ, അപ്പൊ അഗൈൻ വി ആർ ഹിയർ ഫോർ ദ ലഞ്ച്. ഹായ്, നമസ്കാരം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാ ഇന്ന് ലഞ്ചിനുള്ളത് മെനുന്ന്. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം ഞാൻ പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരം നോൺ വെജ് ആൻഡ് വെജ് ഡിഷസ് ഉണ്ട്. സൂപ്സ് ഉണ്ട്, റൈസ് ഉണ്ട്, പൊറാട്ടാസ് ഉണ്ട്, ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല. അടിപൊളി ഫുഡാണ്. എല്ലാം അമേസിങ് ആണ് കേട്ടോ. ഡെസേർട്ട്, കട്ട് ഫ്രൂട്ട്സ് എന്ത് വേണോ അതെല്ലാം ഇവിടെ ഉണ്ട്. ടുഡേ വി ഹാവ് പായസം. അയ്യോ, എനിക്ക് പായസം വേണം. എനിക്ക് സേമിയ പായസത്തിനോട് ഭയങ്കര കൊതിയാണ് കുറച്ച് നാളായിട്ട്. പിന്നെ എന്താന്ന് ചോദിച്ചില്ലല്ലോ, ഇത് കോക്കനട്ട് കേക്കാന്ന് തോന്നുന്നു. ആൻഡ് വി ഹാവ് ഐസ്ക്രീം. സെറ്റല്ലേ? ഇത് ലാസ്റ്റ് കേട്ടോ, ഏറ്റവും അവസാനം. യെസ്. അപ്പോൾ ഏട്ടനും ഭാവയും പോയിട്ട് ഒരു ഫുഡ് എടുക്കലും കഴിക്കലൊക്കെ തുടങ്ങി. ഞങ്ങൾ ഇടരുവാണ് ഫുഡിന്റെ കാണിക്കുന്ന പാർട്ട്നേഴ്സ് അല്ലേടാ. നമ്മളാണ് ഫുഡ് പാർട്ട്നേഴ്സ്. അപ്പം ഞങ്ങൾ ഫുഡ് കാണിച്ചിട്ട് നമ്മൾ പോയിട്ട് ഫുഡ് എടുക്കാം. ഞാനിതാണ് ഇപ്പം ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് എടുത്തതാണ്. എന്തെങ്കിലുമൊക്കെ എടുക്കുമായിരിക്കും കേട്ടോ. ഇത് സൂപ്പാണ്, ചിക്കൻ സൂപ്പ്, ഫിഷ് കറി. എനിക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഉണ്ണിക്കുട്ടിയും അല്ലേ ഒരിക്കലും പതിവില്ലാണ്ട് ചോറ് കഴിക്കണുണ്ട്. എന്തിട്ടാണ് നിനക്ക്? അല്ലെങ്കിൽ ചോറ് കഴിക്കണ അടിപിടി ബഹളമാണ്. മാവേം എനിക്ക് എന്തെല്ലാവർക്കും പറ്റുന്നത്. എനിക്കൊണ്ട് ആഫ്റ്റർ പൂൾ നമുക്കൊരു കംഫർട്ട് ഫുഡ് വേണമെന്ന് തോന്നി അല്ലേ. അപ്പോൾ ഞാൻ ചോറ് മീൻകറിയും എടുത്തേക്കണത്. പിന്നെ ബീട്രൂട്ട് തോരൻ, പപ്പടം. ഇതാണ് ഇപ്പോൾ തൽക്കാലം എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എടുക്കാം.
ഇന്നത്തെ ഹൈലൈറ്റ് വന്നിട്ട് ഇവിടുത്തെ നമുക്ക് ലഞ്ചിന്റെ വ്യൂ ആണ് കേട്ടോ. ഓ ഗോഡ്, നോക്കൂ, ഇങ്ങനെയാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കുന്നത്. യെസ്, ഞങ്ങള് ഇന്നലെ വന്നപ്പോൾ മുതൽ നമുക്ക് ഇങ്ങനെ ഈ വ്യൂ ഉള്ള വിൻഡോ സൈഡിലേക്ക് ഇരിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ 2 സീറ്ററാണത്. അപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ 4 പേരുണ്ടല്ലോ. ഇത് നമ്മൾ ഇന്നത് ക്രൗഡ് അല്ലാത്തതുകൊണ്ട്, ലഞ്ചിന് ക്രൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ 2 സീറ്ററും കൂടി ചേർത്ത് ഇട്ട് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇട്ട് തന്നിട്ട് നമുക്ക് 4 സീറ്റർ ആക്കി നമ്മൾ വിൻഡോ ഈ വ്യൂ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാമല്ലോ. സോ ഗുഡ് അല്ലോട്. എൻ്റെ സെക്കൻഡ് ട്രിപ്പ് പൊറോട്ട, ചിക്കൻ കറി, പിന്നെ ഫ്രൂട്ട്സ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് എള്ളുണ്ട് എടുത്തിട്ടുണ്ട്. എള്ളുണ്ട് വൈറ്റും ബ്ലാക്കും എള്ളുണ്ട് എടുക്കൊണ്ട് ചെയ്യാൻ എനിക്ക്. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത് എടുത്തേക്കുന്നത്. ഉണ്ണിക്കുട്ടിയാ പിന്നെ പൊറോട്ട, ബാവയാ പിന്നെ ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത് അല്ലേ, ലോലിപോപ്പ്. ഇവിടെ ഉണ്ടല്ലോ കുറേ നമുക്ക് നൊസ്റ്റാൾജിയ പറഞ്ഞ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് എള്ളുണ്ട, 2 കളറ്, ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, ലോലിപോപ്പ്, മാങ്ങ ഉപ്പിലിട്ടത്. അയ്യോ, ഞാൻ മാങ്ങ ഉപ്പിലിട്ടത് കഴിച്ചിട്ട്, മാങ്ങ ഉപ്പില്ല, ഉപ്പും മുളകിലിട്ടത് എന്നൊക്കെ കഴിച്ചിട്ട് കുറേ നാളെ. നമ്മൾ വീട്ടിൽ കുറച്ച് മാങ്ങ അരിയുമ്പോൾ 2-3 കഷ്ണം എടുത്ത് കഴിക്കുന്നതല്ലാണ്ട് ഇങ്ങനെ കഴിക്കണ്ടല്ലോ. ഓ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, നമ്മൾ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. മാംഗോ ഐസ്ക്രീം, പായസം, 2 ചെറിയ പീസ് ഓഫ് കേക്ക്, പിന്നെ എന്തോ ഏട്ടൻ എന്തായത് പഴം പുഴുങ്ങിയതാ എന്തത് ഈ സന്നതാണ് ഏത്തപ്പഴോ ആണല്ലേ. കണ്ണപ്പം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കട്ടെ കഴിച്ചു. ഹായ് എവറിബഡി, വി ആർ റെഡി ഫോർ വാട്ട്? ഞങ്ങൾ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി എന്താ പറയാ, യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ സ്റ്റാഫ് കുറേ പേര് നമ്മളുടെ ഫോളോവേഴ്സാണ്. അപ്പോൾ അവരായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി എന്താ പറയുക, ഞാൻ ആക്ച്വലി ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും വേറെ ടോപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഏട്ടാ അത് ശരിയായില്ല കേട്ടാ. ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല, ജസ്റ്റ് പറഞ്ഞോക്കെ. ഞാനതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടൂ ക്രോപ്പ്, ഭയങ്കര ക്രോപ്പ് ആയതുകൊണ്ട് നമ്മള് ടൂ ക്രോപ്പഡാ, ഭയങ്കര ഷോർട്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് എന്താ കംഫർട്ടബിൾ ആവുന്നില്ല. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും അത് അത്രയും കംഫർട്ടബിൾ ആവുന്നുള്ള ഡൗട്ട് കാരണം ഞാൻ അതിട്ടില്ല. എന്നിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു, ഈ ഷർട്ട്, ഇത് പുതിയ ഷർട്ടുണ്ട്, പിന്നെ ചേച്ചി കൊണ്ടുവന്ന ഷർട്ടാണ്. അപ്പൊ അതിനിട്ടു. ഇതാകുമ്പോൾ കംഫർട്ടബിൾ ആണല്ലോ, പിള്ളേരും കൊള്ളാമെന്ന് ചോദിച്ചു. അപ്പൊ യെസ്, നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. ആരുടെ തലേന്ന് കാണിച്ചു തരും പൂ വെച്ചേക്കുന്നത്. കണ്ട 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 അവൻ ബീങ് ദി എക്സാക്ട് ചെറി ബ്രോ. ദേ, നമ്മളുടെ വണ്ടികൾ ഇവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിന്റെ പറഞ്ഞതിലേക്ക് നമ്മൾ കയറുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്, റെഡിയാണ്. അല്ലോണ്ട് കൂടി ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചാറ്റൽ മഴ തുടങ്ങിയിരിക്കണം. എന്തൊരു കഷ്ടം നോക്കി. യക്കിയ സിറ്റുവേഷൻ ആണ് ഇവിടെ. നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഉണ്ണിക്കുട്ടി. അല്ലേ ഉണ്ണിക്കുട്ടി? ഡാഡി റെഡിയല്ലേ? ഉണ്ണിക്കുട്ടി എങ്ങനെയുണ്ടോ ജീപ്പ് റൈഡ്? ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ആ മലയുടെ ആ ഭാഗത്തുനിന്ന് നമ്മൾ ഇറങ്ങി വന്നത് എൻ്റെ ഈശ്വരാ, വല്ലാത്തൊരു പരമായിരുന്നല്ലോ കേട്ടാ. എൻ്റെ അമ്മോ, നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. ഷോർട്ട് ട്രിപ്പാണ് കേട്ടോ. പടപടേന്ന് ഇവിടെ എത്തി. പക്ഷെ ആ വരവ്, അയ്യോ, ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, പേടിക്കണ്ടല്ലോ. അപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ എന്തൊക്കെയാ, ഇവിടെ കുറച്ച് സൈഡ് സീയിങ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. വാവ എങ്ങോട്ടാ പോണേ ഫസ്റ്റ്? ഇവിടെ പോണേ? ഓ, ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ, കിഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പൊ കുറച്ചു നേരം പോയിട്ട് കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോവാവേ കേട്ടാ. ഏ, നമ്മള് കുറച്ച് ബേർഡ്സിനെ കണ്ടു. റോപ്പ് സൈക്ലിംഗ് അല്ലേ? റോപ്പ് സൈക്ലിംഗ് അത് തന്നെ. അവിടെ പോകുന്ന വെച്ചാൽ ഭയങ്കര തിരക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. മീമിനോ? അവിടെ മീമി ഇല്ലടാ. ഇവർ ഇവിടെ മുകളിലേക്ക് നമ്മൾ റോപ്പ് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണെന്ന് തോന്നുന്നു. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. നല്ല രസമുണ്ട്. രസം അവിടെ ചെല്ലുമ്പോഴും ഉണ്ടാവുമെന്നാണ് അറിയേണ്ടത്. ഓക്കെ, ആക്ച്വലി വിത്ത് 2 കിഡ്സ് റീൽസ് വ്ളോഗ് എനിക്ക് എല്ലാം കൂടി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ്. ഇവിടെ ആരും ഇല്ലേടാ, നമ്മൾ ഒറ്റയ്ക്ക് വേണോ? അയ്യേ, നോക്കണോ? ഇതാണ് നമ്മുടെ റോപ്പ് വേ. ഒന്ന് ഞാൻ റോപ്പ് വേ എടുക്കുന്നത് ചേട്ടാ വീഡിയോ. ഇതാണ് റോപ്പ് വേ. കണ്ടാ, ഇവിടെ നമ്മൾ കയറിയിട്ട് ഇവിടം വരെ തൊട്ട്
അവിടം വരെ നമ്മൾ പോണം. എന്ത് പറഞ്ഞു ഉണ്ണിക്കുട്ടി പോവാം? താഴത്തോട്ട് ഇല്ല, പുറത്ത് പിടിക്കില്ല. അതിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റക്ക് ആവുള്ളൂ. ഉണ്ണിക്കുട്ടി ഈസ് ഡൂയിങ് റോപ്പ് വാക്ക്. ഐ എം സോ പ്രൗഡ്. അത് തന്നെ പോണെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഹാഫ് വേ ആയി, പൊക്കോ. എനിക്ക് വേണ്ടിയിട്ടുണ്ട് ഞാൻ പോവാത്തത്. നീ എന്താ പോവാത്ത? നീ അടുത്ത് നോക്കി, ഞാൻ പിടിക്കാതെ. എനിക്കെന്തല്ലോ ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ധൈര്യമാണ്. നമ്മൾ ഞാനോ ശ്രീക്കുട്ടി അവരൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് ഓരോന്നെ ചെയ്യണതാ. പക്ഷെ ഇത് നിങ്ങളൊക്കെ വരുമ്പോൾ ഇവര് പേടി ഒന്ന് ധൈര്യം ചോർന്നു. ഞാൻ അമ്മയായി മാറുന്നു. ഓ മൈ ഗോഡ്. അടിപൊളി. സോ ഹാപ്പി. റോപ്പ് വാക്ക് ചെയ്ത ആളുടെ ഇന്റർവ്യൂ ആണെന്ന് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പക്ഷെ അവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് 2-3 സ്റ്റെപ്പ് ഉള്ളപ്പോ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി അല്ലേ? ഇറ്റ്സ് ഓക്കെ. എക്സ്പീരിയൻസ് അല്ലേ? ഞങ്ങള് എന്താണ് ആദ്യം നീ ചെയ്യാൻ പോയതല്ലേ? അതെ. പക്ഷെ ഞാൻ ആദ്യം ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ ഇതൊരു 5-4 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്ലിപ്പ് ചെയ്ത് പോയി. അത് കുഴപ്പമില്ല. ദാറ്റ്സ് ഓക്കെ. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ബിക്കോസ് എന്താ വെച്ചാൽ ഞങ്ങള് നമ്മുടെ സബ്സ്ക്രൈബർ കണ്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ആ കുട്ടി ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. സോ യു ആർ ബ്രേവ് ഡാ. എനിക്ക് ധൈര്യമുണ്ട്. അടിപൊളി അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ബിക്കോസ് ഇങ്ങനെ അഡ്വഞ്ചറസ് സാധനങ്ങളൊക്കെ ഉണ്ണിക്കുട്ടി ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ല അവൻ ഇതുവരേക്കും. ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഉണ്ണിക്കുട്ടി? ദിസ് ഇസ് യുവർ ഫസ്റ്റ് ടൈം. സൂപ്പർ. മെനി മോർ ടു ഗോ. അത് തന്നെ. വാ, ഭയങ്കര അടിപൊളി. ഞങ്ങൾ പെട്ടെന്നൊന്ന് ടെൻഷനായി. ബിക്കോസ് എന്താ പറയാ, അവന് തൂങ്ങി കിടക്കുവായിരുന്നേ. അപ്പൊ നമ്മൾ 2-3 സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ ഓൾറെഡി അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവര് പിടിച്ച് ഹെൽപ്പ് ചെയ്ത് കിരൺ ഇപ്പൊ തന്നെ ഓടി. ഞാൻ ആകെ കുറച്ച് ടെൻഷനായി. ബിക്കോസ് ഇവൻ കരയോന്നായിരുന്നു എന്റെ പേടി. പക്ഷെ ഹീസ് റിയലി ബ്രേവ്. അവൻ കരഞ്ഞൊന്നുമില്ല. എനിക്ക് അതാണ് ഭയങ്കര സന്തോഷമായത്. ചെയ്യാൻ പോണ ബൈ. റോപ്പ് സൈക്കിൾ അല്ലേ? അവിടെ എൻജോയ് ചെയ്തോളും. പ്രിപ്പയർ ആവണത്. അവിടെ അവനെ പിടിച്ചോട്ടാ. ബൈ. ഉണ്ണിക്കുട്ടി സത്യം പറഞ്ഞാൽ റോപ്പ് വാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും കിരണോ ഒക്കെ ബാക്കി അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം റോപ്പ് സൈക്കിളിൽ ഇങ്ങനെ പോയി. ആക്ച്വലി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിനൊരു സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി. ഭയങ്കര പേടിപ്പിക്കണം. ഭയങ്കര ഒരൊറ്റ കമ്പിയിൽ കൂടി പോകണോണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഇങ്ങനെ സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നിലും എനിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ വൺസ് ഒന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 തവണ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് പേടി അങ്ങോട്ട് മാറി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കൊള്ളാം സംഭവം. എന്നാലും കിരണിൻ്റെ പോക്ക് കണ്ടപ്പോഴാണ് സത്യം എനിക്ക് പേടിയുണ്ടത്. വലിയ മനുഷ്യൻ ആ ഒരു കമ്പിയിൽ ഇങ്ങനെ സൈക്കിളിൽ ചോട്ടി പോയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കിരണിന് പോയി വരാമെങ്കിൽ എൻ്റെ വെയിറ്റ് മാനേജ് ചെയ്യിക്കണം, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് ആ ഒരു തരത്തിലാണ് ഞാൻ 2 തവണ പോയിട്ടോ. ഒരു തവണ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തം എൻജോയ്മെൻറ്റ് മൂഡിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ 2 തവണ വന്നു. ഇറ്റ്സ് ക്ലീൻ എടുത്തോട്ടെ. ആദ്യത്തെ തവണ പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു എന്താ, ആദ്യത്തെ തവണ പോയിട്ട് സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ കയ്യും കാലം പറിച്ചെന്നുള്ളതാണ് സത്യം. ബിക്കോസ് ആ സൈക്കിളിന്റെ വീലിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ടേ. പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ പോയിട്ട് വന്നു ഞാൻ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കി. ഞാൻ 2 പ്രാവശ്യം പോയി. ഓക്കെ. അപ്പോൾ എനിക്ക് റോപ്പ് വാക്ക് കൂടി ചെയ്താലോ എന്നൊരു പ്ലാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഉണ്ണിക്കുട്ടി എന്ന് ഞാൻ റോപ്പ് വാക്ക് ചെയ്യണേ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? നീ റോക്ക് വാക്ക് ഒന്നും ചെയ്യില്ലല്ലോ. റോക്ക് വാക്ക് ചെയ്യണം. എനിക്ക് റോപ്പ് വാക്ക് ചെയ്താലോ? നല്ലതാണോ? നീ ചെയ്യണമെന്നുണ്ട്. എന്ത് നിന്റെ ഒപ്പീനിയൻ? ഞാൻ ചിലപ്പോ നിനക്ക് ഭയങ്കര പേടിയായിരിക്കും. എനിക്ക് പേടി ഓവർകം ചെയ്യണം. വീണ ഞാൻ അവിടെ തൂങ്ങിടും. അത്രയല്ലേ ഉള്ളൂ. പിന്നെ അവൻ എനിക്ക് വരുമരായികളൊക്കെ പറഞ്ഞു തരിക. പറ. പിന്നെ പതുക്കെ നടക്കാം. ശരി, ഞാൻ അന്ന് റോപ്പ് വാക്ക് ചെയ്യാൻ പോവാം. ശരി. ഉണ്ണിക്കുട്ടി ഇവിടെ കിളികൾക്ക് കൈ തിന്നാൻ കൊടുക്കുക അല്ലടാ. അവനത് ഇഷ്ടപ്പെട്ടു. അതുങ്ങൾ വന്നിട്ട് കയ്യിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് കൊത്തുവേ. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലടാ അതിന്. ഞാനും ഇനി റോപ്പ് വാക്ക് ചെയ്യാൻ വേണ്ടി പോവാം. എന്താ പറഞ്ഞുണ്ടോ? ഇല്ല, ഞാൻ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചിട്ടുണ്ട്. നിറച്ച ആൾക്കാർ അങ്ങോട്ട് നടക്കണ്ട. അപ്പൊ അവരുടെ പുറകെ ഞാൻ പോവാണ്. ഓക്കെ, ബൈ എവരിബഡി. സീ യു. റോപ്പ് സൈക്ലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര
എൻ്റെ ധൈര്യമായി. അപ്പോൾ പിന്നെ ഞാൻ തന്നാൽ പിന്നെ ഇതും കൂടി ചെയ്തേക്കാം, ആ കൊച്ചുകൊച്ചൻ ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്യാമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇത് ആക്ച്വലി അവൻ ഒന്ന് സ്ലിപ്പായതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പോയത്. ബിക്കോസ് അവനെ വലിച്ചു കയറ്റും, എന്നെയൊക്കെ വലിച്ചു കയറ്റാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഭയങ്കര സൂക്ഷിച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. പക്ഷേ ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ നമ്മളിങ്ങനെ നടുക്കോട്ടൊക്കെ എത്തുമ്പോൾ ഇതിങ്ങനെ കിടന്ന് കുലുക്കും ഇതിൽ കൂടുതലാണ് കേട്ടോ. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. നമുക്ക് പേടിയുള്ള കാര്യം നമ്മളത് ചെയ്ത് നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിച്ചല്ലോ. അപ്പോൾ അതിന് എനിക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നി. ഞാൻ വിജയശ്രീലാളത്തിരിക്കുന്നു ആൾക്കാരെ, ഞാൻ വിജയശ്രീലാളത്തിരിക്കുന്നു. അല്ല ഇവിടെ എന്റെ ഗുരു എനിക്ക് കുറെ ടിപ്സ് ഒക്കെ തന്നാണ് വിട്ടത്, അത് ഞാൻ അങ്ങനെ പാലിച്ചു. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വഴി ചെറുതാവണുണ്ടല്ലോടാ. നന്നായിരുന്നു. അങ്ങനെ ആ ആഗ്രഹം അങ്ങോട്ട് ഞാൻ സാധിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഒന്നും ചെയ്തില്ലെന്ന് ആരും അറിയില്ലല്ലോ അല്ലേട്ടാ. തൃപ്തിയായി, എനിക്ക് തൃപ്തി. അതെ എന്തോ എന്നിട്ട് പരിചി പ്രൗഡായി കേട്ടോ. എന്താ വെച്ചാ ഒളിമ്പിക്സ് മെഡലൊക്കെ കിട്ടി വന്നോ. യെസ്, അങ്ങനെ നമ്മൾ തിരിച്ച് എത്തുകയാണ് കേട്ടോ. ഇനി നമ്മളിവിടെ കുറച്ച് ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ പോയിനു, ചായ കുടിക്കാൻ എല്ലാം കിട്ടുമോ നോക്കട്ടെ. ഈ ക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ, ട്രക്കിൽ ഈ അഡ്വഞ്ചറസ് ആയിട്ട് വന്നതിന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ വ്യൂ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തേക്കും എന്താ പറയാ, വൈകുന്നേരമായി, രാത്രിയായി, ഞാൻ കാണിച്ചു തരാവേ. ഭയങ്കര ഭംഗിയാണ്. ഇത് ഇവിടെ നിന്നുള്ള നമ്മുടെ റിസോർട്ടിന്റെ വ്യൂ ആണ്. നിറച്ച് ഫോട്ടോ കൂത്തും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ വ്യൂ ആണ്. കേറിയ വാവിടെ ഉണ്ണി ഏട്ടാ അവനെ നോക്കുക, ഏട്ടാ വാവനെ കൂടെ കയറ്റി വിട്. ഏട്ടാ ഈ വ്യൂ ഇസ് സോ റിലാക്സിങ്, സോ മെഡിറ്റേറ്റീവ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. കണ്ടോ, ഇവിടെയൊക്കെ കുറേ പരിപാടികളൊക്കെ നടത്താറുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ ഇവരുടെ പേജ് നോക്കിയപ്പോൾ പിന്നെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ബട്ട് ലുക്ക് അറ്റ് ദാറ്റ്, ഹൗ പ്രിറ്റി ഈസ് ദിസ്. നമ്മൾ ഇവിടെ കുറച്ചുള്ള ഫോട്ടോ ബൂത്ത്സിൽ ഫോട്ടോ എടുത്ത് വന്നു കഴിഞ്ഞതും നോക്കിയേ, പച്ചപ്പ് ഹരിതാപൊക്കെ പോയടാ. ഫുള്ള് കോടമഞ്ഞ് ലോഹോ, താഴ്വരി ലോഹോ ആയി പോയി അല്ലേട്ടാ. ആഫ്റ്റർ ഹാവിങ് ദ ചായ വി വെന്റ് ടു അവർ റൂം ആൻഡ് കുറച്ച് റെസ്റ്റ് എടുക്കലിന് ശേഷം നമ്മൾ ക്യാമ്പ് ഫയറിന് പോകാം കേട്ടോ. ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയറിനേക്ക് എത്തി. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പാട്ട് കേട്ടപ്പോൾ തന്നെ വാവ തുടങ്ങിയില്ല ഡാൻസ്. അത് അവൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഡാൻസ്. ഞങ്ങളുടെ അതിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഡാൻസ് തുടങ്ങിയായിരുന്നു. മൊത്തത്തിൽ നല്ല രസമുള്ള ട്രെൻഡി പാട്ടൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വൈബ് സെറ്റപ്പായിരുന്നു. കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാങ് ആയിട്ടൊരു 5-6 ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ക്യാമ്പ് ഫയറിന് ഒരു രസം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളൊരു ഫാമിലി വേറെ അങ്ങനെ ആകെ നമുക്ക് പരിചയമില്ല, അപ്പോൾ നമ്മളങ്ങനെ മിണ്ടാണ്ടിരിക്കില്ലേ. ഇത് മാത്രം എനിക്കാണ് തോന്നി കേട്ടോ. കുറച്ച് 2-3 ഫാമിലി എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു തോന്നി. എന്തിനും വാവെ എൻജോയ് ചെയ്തു, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ക്യാമ്പ് ഫയർ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഈ പിള്ളേർക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞു. സോ നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ നമുക്ക് ഇന്നത്തെ ഡിന്നറും ഇന്ന് ലാസ്റ്റ് വ്ളോഗിൽ കാണിച്ച പോലെ തന്നെ അടിപൊളി വെറൈറ്റി ഫുഡ് ഡിന്നറിനും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് വെച്ചത്. ഞാൻ വെള്ളയപ്പം, പിന്നെ ചിക്കൻ കറിയും പിന്നെ മീൻ കറിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കത് മാത്രമേ ആദ്യം കഴിക്കാൻ വേണ്ടി തോന്നിയുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഡിന്നറിന് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ തന്നെ റൂമിൽ പോയി കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രിബഡി. ആരൊക്കെ ഗുഡ് മോർണിംഗ് പറയണേ? എന്തത്? സോ ഇറ്റ്സ് ടൈം ടു സേ ബൈ ബൈ. അപ്പൊ നമ്മളിവിടെ ഇന്നത്തെ സീൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പാക്കിംഗ് സോർട്ടിങ് എല്ലാം ഒതുക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ടിരിക്കാണ് അല്ലേടാ ഉണ്ണിക്കുട്ടി? പോണ്ടേടാ? വേണ്ട, രസിച്ചു അല്ലേ? ഇന്നലെ എന്താണ് ചെയ്തത് നമ്മൾ രാത്രി? നമ്മള് ചെക്കീസിൽ കിടന്നില്ലേടാ, മറന്നുപോയാ? ഓ അത് ശരിയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ഫയറും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ടയർഡായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാ. ഞാനും ഉണ്ണിക്കുട്ടി മാത്രം ചെക്കേഴ്സിൽ കിടന്ന് കളിച്ചു. വാവ ഉറങ്ങിപ്പോയി. വേണ്ട, കാണിച്ചു തരൂ. യെസ്, അപ്പൊ അങ്ങനെ അവള് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ രണ്ടു മാത്രമാണ് കളിച്ചത് അല്ലെ ഉണ്ണിക്കുട്ടി? കിരണ് വലിയ താല്പര്യം ഒന്നുമില്ല രാത്രിത്തെ വെള്ളം കളിക്കല്. അപ്പൊ ഞങ്ങളൊരു 10 മണി 10 മണി തൊട്ട് അല്ലടാ 11:30 വരെ എൻ്റെ രസിക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ നല്ല ഉറങ്ങിപ്പോയിട്ട് നല്ല ടയർഡായി. നമ്മൾ അവിടെയൊക്കെ പോയി കറങ്ങി നടന്ന് അങ്ങനത്തെ
ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. സോ നമുക്ക് ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി. ഇതാണ് കേട്ടോ ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരി, സാൻഡ്വിച്ച്, കുറച്ച് വട, പിന്നെ നെയ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പൊട്ടറ്റോ ബെഡ്ജസ് ഉണ്ട്. എവിടെ ഫ്രൂട്ട്സ് ആണോ വാവ കഴിക്കണേ? ഓ വെരി ഗുഡ് ഗേൾ ആണല്ലോ. ഓ നൈസ്. ഉണ്ണിക്കുട്ടിയും പിസ്സ കുട്ടികളാണെന്ന് എല്ലാരും. എന്താ കഴിക്കണേ? പൂരി അല്ലേ? ബട്ടൂരിയാണല്ലേ? ഓക്കെ. നമ്മളുടെ ഇന്നലത്തെ പോലെ തന്നെ സെയിം ബ്രേക്ക്ഫാസ്റ്റ് മെനു തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് കാണിക്കാത്തത്. ആദ്യം പുട്ടിന് പകരം നമുക്ക് ഇന്ന് ഉപ്പ, അതാണ് ആകെയുള്ള വ്യത്യാസം. പിടിയുണ്ടോ? പിടി കണ്ടില്ല. ഹലോ എവ്രിബഡി. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചു, കുറച്ച് ബ്രേക്ക് എടുത്തു, അതിനുശേഷം നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വ്ളോഗ്. വി ഹാഡ് വെരി ഗുഡ് ടൈം ഹിയർ ഇൻ പറക്കാട് നേച്ചർ റിസോർട്ട്സ്. അടിപൊളിയായിരുന്നു, ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു. മൊത്തത്തിൽ എക്സ്പീരിയൻസ് നിങ്ങൾ വ്ളോഗ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താല്പര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അമേസിങ് അല്ല ഏട്ടാ? എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? വളരെ നല്ലായിരുന്നു, ഭയങ്കര നല്ല റൂംസ് ആയാലും സർവീസ് ആയാലും സ്റ്റാഫ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും അതെ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. അവരിങ്ങനെ നമ്മളൊന്നും ചെക്ക് ചെയ്തോണ്ടിരിക്കണം എല്ലാം ഓക്കെ അല്ലേ, എല്ലാം. അതാ എനിക്ക് ആ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെക്ക് ചെയ്യുന്നത്. എല്ലാവരും സൂപ്പർ ആയിരുന്നു. മൊത്തത്തിൽ നമുക്ക് വി ആർ സോ ഹാപ്പി വിത്ത് ദ സർവീസ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ പറക്കാട് നേച്ചർ റിസോർട്ട്സ് ഫോർ ഹാവിംഗ് അസ് അല്ലേ. അപ്പൊ നമ്മുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി അങ്ങോട്ട് നമ്മൾ പോണതൊക്കെ കാണിച്ചു കൊടുത്ത് വലിച്ചഴിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേറെ ബ്ലോഗിൽ കാണാം. അപ്പൊ ബൈ, ടേക്ക് കെയർ.